അങ്ങനെ ഇന്ന് ഞാനും എൻ്റെ ഇക്കയും കൂടെ ഒരുമിച്ച് നല്ല ഇലയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്നെനിക്ക് പെട്ടെന്ന് ഇലയപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഇക്കുവിനോട് പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ഇലയപ്പം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ നല്ല രീതിക്ക് മാവൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് പാഴയുടെ തണ്ട് വെട്ടി എനിക്ക് രണ്ടടി എൻ്റെ ഇക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ മാവൊക്കെ റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഇക്കും കൂടെ ഒരുമിച്ച് ശർക്കരയൊക്കെ ചീവി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തേങ്ങയും ശർക്കരയും കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തു. നല്ല കുഴഞ്ഞ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ഇക്ക് നല്ല രീതിക്ക് ആദ്യത്തെ ഇലയപ്പം പരത്തി എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച തേങ്ങയും ശർക്കരയും ആ ഒരു ഇലയപ്പത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് റൗണ്ട് എൻ്റെ ഊഴമായിരുന്നു. ഞാൻ നല്ല രീതിക്ക് പരത്തി എടുത്തിട്ട് അതുപോലെ മിക്സ് ആഡ് ചെയ്തിട്ട് മടക്കി വെക്കുന്നുണ്ടായിരുന്നു. കുറച്ചധികം മാവ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ഇക്കും കൂടെ ഒരുമിച്ചായിരുന്നു ബാക്കിയുള്ള ഇലയപ്പം എല്ലാ ഇലയിലോട്ട് പരത്തി പരത്തി എടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ആവി കയറ്റിയെടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ ഇലയപ്പവും വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ബാക്കി വന്ന ശർക്കരയും തേങ്ങ എൻ്റെ ഇക്കു തിന്നുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ല ചൂട് പാറുന്ന ഇലയപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഇക്കും കൂടെ ചേർന്നിട്ട് ഒരുമിച്ച് ഇലയപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.